Hi everyone, how are you? I think all are fine. Today we are going to learn our English lesson, Unit 2. Children, like first chapter, this unit also include 3 lessons, 1 poem, 1 story and 1 letter. Okay, we can start children. Letter to God. Listen, page number 37, you look at your textbook children. Then 1 poem written by children. Letter to God എന്ന പോയം ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് പോയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റീന റോസറ്റി എന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. ക്രിസ്റ്റീന റോസറ്റി. ഹെർ ഫേമസ് ചൈൽഡ് പോയം ക്ലൗഡ്സ്, അതിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയമാണ് ഈ ക്ലൗഡ് എന്ന ഈ പോയം. ഇൻ ദിസ് പോയം ഷീ talked to the clouds in the blue hills. Listen to the poem. Children, white sheep on a blue hill. When the wind stops, you all stand still. When the wind blows, you walk away slow. White sheep, where do you go? The poet asked to the white clouds, where do you go? In this poem, the poet addresses the white cloud as white sheep. The sheep എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്. അപ്പോൾ മാനത്ത് കാണുന്ന ആ വെളുത്ത മേഘങ്ങളെ ചെമ്മരിയാടിനോടാണ് ആര് ഉപമിച്ചിരിക്കുന്നത്? കവി. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, കാറ്റ് വരുമ്പോൾ ഈ മേഘങ്ങൾ, ഒരു മലയുടെ മുകളിൽ നിൽക്കുന്ന ഈ മേഘങ്ങൾ കാറ്റ് വരുമ്പോൾ മെല്ലെ മൂവ് ചെയ്യുകയും കാറ്റ് നിൽക്കുമ്പോൾ അവ നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. വൈറ്റ് ഷീപ്പ് on a blue hill. When the wind stops, you all stand still. When the wind blows, you walk away slow. White sheep, where do you go? White sheep, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഈ പോയറ്റ് ഈ ക്ലൗഡ്സിനോട് ചോദിക്കുകയാണ്. പക്ഷേ ഈ ക്ലൗഡ്സിനെ പോയറ്റ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഷീപ്പായിട്ടാണ്. ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്. ചെമ്മരിയാട് എന്താ നിങ്ങൾക്ക് അറിയില്ലേ? നിറയെ രോമങ്ങളൊക്കെ ഉള്ള ചെമ്മരിയാടിനോടാണ് ഈ ക്ലൗഡ്സിനെ ഈ കവയത്രി ഉപമിച്ചിരിക്കുന്നത്. എന്താ അവൾ പറയുന്നത്? പോയറ്റ് പറയുന്നത് എന്നറിയോ? ഷീ അഡ്രസ്സസ് ദ വൈറ്റ് ക്ലൗഡ് ആസ് വൈറ്റ് ഷീപ്പ്. വൈറ്റ് ഷീപ്പായിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ ഷീ സേസ് ദ വൈറ്റ് ഷീപ്പ് സ്റ്റാൻഡ് സ്റ്റിൽ. വൈറ്റ് ഷീപ്പ് അനങ്ങാതെ നിൽക്കും. എപ്പോൾ? ഓൺ എ ബ്ലൂ ഹിൽ. എവിടെയാണ്? ഒരു ബ്ലൂ ഹില്ലിൽ അനങ്ങാതെ നിൽക്കുകയാണ്. വെൻ ദ വിൻഡ് സ്റ്റോപ്പ്, വിൻഡ് നിൽക്കുമ്പോൾ. വെൻ ദ വിൻഡ് മൂവ്സ്, വിൻഡ് ബ്ലോ, വിൻഡ് കാറ്റടിക്കുമ്പോൾ. ദേ വാക്ക് അവേ സ്ലോലി, അത് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് കവി പോയറ്റ് ചോദിക്കുന്നത് വൈറ്റ് ഷീപ്പ് വേർ ഡു യു ഗോ? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ഈ പോയറ്റ് ചോദിക്കുന്നത്. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് നോക്കൂ. ഹൂ ഈസ് ദ പോയറ്റ് ടോക്കിംഗ് ടു? പോയറ്റ് ആരോടാണ് സംസാരിക്കുന്നത്? ക്ലൗഡ്സിനോടാണ് സംസാരിക്കുന്നത് അല്ലേ? Who does the poet address as white sheep? White sheep എന്ന് പോയറ്റ് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ആരെയാണ്? ക്ലൗഡ്സിനെ അല്ലേ? ക്ലൗഡ്സിനെയാണ് വൈറ്റ് ഷീപ്പ് എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ ചിൽഡ്രൻ, സെക്കൻഡ് ലെസൺ ദ പ്ലഷർ ഓഫ് റെയിൻ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫാർമറുടെ കഥയാണ് നമ്മൾ ഈ പാഠത്തിൽ പറയാൻ പോകുന്നത്. Okay, now we can start children. Listen. Do you like the rain, flowers? Do you talk to the rain, flowers, birds and clouds? Here is the story of a man who told to the rain. നോക്കൂ, ഡു യു ലൈക്ക് ദ റെയിൻ? നിങ്ങൾ മഴയോട് സംസാരിച്ചിട്ടുണ്ടോ? പൂക്കളോട് സംസാരിച്ചിട്ടുണ്ടോ? അതെല്ലാം പിന്നെ കാറ്റിനോട്, മേഘങ്ങളോടെ ഒക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹിയർ ഈസ് എ സ്റ്റോറി. ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട്, ഒരു മഴയോട് സംസാരിക്കുന്ന ഒരു ആളെ കുറിച്ചുള്ള സ്റ്റോറി. ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ മാൻ ഹൂ ടോക്ക്ഡ് ടു ദ റെയിൻ. ലിസൺ. The house, the only one in the whole valley, sat on the crest of a low hill. From the height, one could see the river and the field of ripe corn, dotted with flowers that always promise a good harvest. അപ്പോൾ ഈ കഥ നടക്കുന്നത് കുന്നിൻ്റെ ചെരുവിലുള്ള ഒരു ഫീൽഡുകളും പാടങ്ങളൊക്കെ നിറഞ്ഞ ഒരു കുന്നിൻ്റെ മുകളിലൊരു കഥയാണ് നടക്കുന്നത്. അപ്പം നോക്കി, ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ ഹോൾ വാലി. ആ വാലിയിലുള്ള ആകെയുള്ള ഒരു വീടാണ്. അത് നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ ചെരുവിലാണ്. അവിടെ നിന്ന് നോക്കിയാൽ താഴെ റിവേഴ്സ് കാണാം, പിന്നെന്ത് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫീൽഡ് കാണാം. ഫീൽഡിൽ എന്താ? ഫീൽഡ് വയൽ.
ആ വയൽ ഫുള്ളും റൈപ്പ് കോൺ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ വയലുകൾ കാണാം. അതിൽ നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതും കാണാം. പക്ഷേ ഈ ചോളത്തിൻ്റെ പൂക്കൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ പൂക്കൾ സൂചിപ്പിക്കുന്നത് അതിൽ നിറയെ വിളവ് ലഭിക്കുമെന്നതാണ്. The house, the only one in the whole valley, sat on the crest of a low hill. From the height one could see the river, the field of ripe corn dotted with flowers that always promised a good harvest. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കൂ. The only thing the earth needed was a downpour, at least a shower. Throughout the morning, Lenjo had done nothing else but look at the sky towards the northeast. Now we are really going to get some rain, woman, he said. Okay. The only thing the earth needed, കാരണം നിങ്ങൾ പഠിച്ചു അതിൽ പിന്നെ ആ ചോളവയലിൽ നിറയെ പൂക്കളുണ്ട്, അത് പാകമാവാനായ ഇതുണ്ട്, അപ്പം നിറയെ പൂക്കളും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫീൽഡിന് വേണ്ടത് എന്താണ്? ഇപ്പോൾ കിട്ടേണ്ടത് ഒരു മഴ, നല്ലൊരു മഴ അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴ, അത് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഈ ഫാർമറായ ലെഞ്ചോ എന്താ ചെയ്യുന്നത്? രാവിലെ മുതൽ ഒരു പണി ഇല്ല, കാരണം അയാൾക്ക് വേറെ ജോലികളൊന്നുമില്ല. അയാളുടെ ജോലി എന്താണ്? ഈ വയലിൽ പണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പാകമാവാനായ പാടത്ത് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? വടക്കിഴക്ക് ഭാഗത്ത് ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇന്ന് മഴ പെയ്യുമായിരിക്കാം, അതും ചിന്തിച്ചാണ് അയാൾ നിൽക്കുന്നത്. He looked at the sky towards the northeast. Now we are really going to get some rain, woman. അത് അവൻ്റെ ഭാര്യയോട് പറയാണ്, ഇന്ന് നമുക്ക് എന്തായാലും ഒരു മഴ ലഭിക്കാതിരിക്കില്ല എന്ന് അയാൾ മാനത്ത് നോക്കി പറയാണ്. His wife said. The woman who was preparing supper replied, yes, God willing. അവരുടെ ഭാര്യ എന്താ ചെയ്യുന്നത്? വുമൺ എന്ന് പറഞ്ഞാൽ അയാളുടെ വൈഫിനെയാണ് പറയുന്നത്. വൈഫ് രാത്രിത്തേക്കുള്ള അത്താഴം ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ അവർ മറുപടി പറയാം, ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് എന്തായാലും മഴ ലഭിക്കുമെന്ന് ആ സ്ത്രീ അവരുടെ വൈഫ് ആ ലെഞ്ചോനോട് പറയാണ്. During the meal, the big drops of rain began to fall. During the meal, ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് മഴ പെയ്യാൻ തുടങ്ങി. During the meal, the drops of rain began to fall. Huge mountains of clouds could be seen approaching. വലിയ പിന്നെ ക്ലൗഡ്സുകൾ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നി. കാരണം അത്ര ഇരുട്ടുകുത്തി മഴ വരാന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ക്ലൗഡ്സുകൾ വരുന്നത് ഇയാൾ കാണുകയാണ്. Huge mountains of clouds could be seen approaching. The air was fresh and sweet. അപ്പോൾ അന്തരീക്ഷം നല്ല ശാന്തവും സുഖകരവുമായ ഒരു അന്തരീക്ഷമായിരുന്നു. The air was fresh and sweet. Lenjo went out to have the pleasure of feeling of the rain of his body. അപ്പോൾ ലെഞ്ചോ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? ഈ മഴ നനയാൻ, കാരണം അയാൾക്കൊരു മഴ എത്തിയപ്പോൾ അയാൾക്ക് സന്തോഷം മഴ വന്നപ്പോൾ അയാൾ ആ മഴ നനയാൻ വേണ്ടിയിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. Lenjo went out to have the pleasure of feeling of the rain on his body. These aren't raindrops falling from the sky. They are like new coins. The big drops are 10s and the little ones are 5. അപ്പോൾ അയാൾ മഴയത്തേക്ക് ഇറങ്ങിയതാണ് നനയാൻ വേണ്ടി. പക്ഷേ അയാൾ എന്താ പറഞ്ഞാൽ, അയ്യോ ഇത് റെയിൻ ഡ്രോപ്സ് അല്ല, അത് കോയിനുകളാണ് ആകാശത്തു നിന്ന് വീഴുന്നത്. വലിയ കോയിൻ 10ൻ്റെയും ചെറിയ കോയിൻ 5ൻ്റെയും ആണ് എന്നാണ് ആര് പറയുന്നത്? ലെഞ്ചോ പറയുക. അയ്യോ ഇത് മഴയല്ല, അത് റെയിൻ ഡ്രോപ്സ് അല്ല, ദെയർ കോയിൻസ്. മാനത്തിൽ നിന്ന് നാണയങ്ങളാണല്ലോ വീഴുന്നത്. വലിയ നാണയങ്ങൾ 10ൻ്റെയും ചെറിയ നാണയങ്ങൾ 5ൻ്റെയും ആണ് എന്നാണ് ആര് പറയുന്നത്? ഈ ഫാർമറായ ലെഞ്ചോ. Once again, look children. During the meal, big drops of rain began to fall. Huge mountains of clouds could be seen approaching. The air was fresh and sweet. Lenjo went out to have the pleasure of feeling the rain on his body. These aren't raindrops falling from the sky. They are like new coins. The big drops are 10 and the little ones are 5. Next നോക്കൂ children. A night of sorrow. എന്താ നൈറ്റ് ഓഫ് സോറോ എന്ന് പറഞ്ഞാൽ? സങ്കടം നിറഞ്ഞ ഒരു രാത്രി, നൈറ്റ് ഓഫ് സോറോ. He looked at the field of ripe corn with its flowers draped in a curtain of rain, but suddenly a strong wind began to blow. Very large hailstone began to fall. He looked at the field of ripe corn with its flowers draped in a curtain of rain. അയാളുടെ ചോളം നിറഞ്ഞ ആ പാടത്തേക്ക് നോക്കുമ്പോൾ മഴയാൽ മൂടപ്പെട്ട ഒരു ഫീൽഡായി മാറി. അപ്പോൾ അയാൾ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കാരണം മഴ പെയ്ത് കാണുന്നില്ല. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. പെട്ടെന്ന് തന്നെ ഒരു വലിയ ശക്തമായ കാറ്റ് അടിച്ചു. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺ ബിഗാൻ ടു ഫോൾ. വലിയ
ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആലിപ്പഴം എന്നല്ല, ആലിപ്പഴം വീഴാൻ തുടങ്ങി, വലുതാണ് വീഴുന്നത്. എ വെരി ലാർജ് ഹെയിൽ സ്റ്റോൺ ബിഗാൻ ടു ഫോൾ. He looked at the field of ripe corn with its flowers wrapped in a curtain of rain, but suddenly a strong wind began to blow. Very large hailstone began to fall. കാരണം മഴയാൽ മൂടപ്പെട്ട അല്ലെങ്കിൽ ആവരണം ചെയ്ത ആ കോൺഫീൽഡിലേക്ക് അയാൾ നോക്കി നിൽക്കായിരുന്നു. പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് വീശി ഇത് ഉടനെ വലിയ വലിയ ഹെയിൽ സ്റ്റോണുകൾ, ഈ ആലിപ്പഴങ്ങൾ വീഴാൻ തുടങ്ങി. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. ഇത് വലിയ നാശമാകുമല്ലോ, ഇതിങ്ങനെ കട്ടകൾ, മഞ്ഞുകട്ട വീണാൽ വലിയ നാശമാകുമല്ലോ എന്ന് അയാൾ ചിന്തിക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്കലി. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്കലി. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്കലി. പക്ഷേ അത് പെട്ടെന്ന് പോയില്ല. എന്തുണ്ടായിട്ട്? ഡിഡ് നോട്ട് പാസ് ക്വിക്കലി. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ. ഏകദേശം 1 മണിക്കൂറോളം അത് പെയ്തു. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്. എവിടെയൊക്കെയാണ്? ഓൺ ദ ഹൗസ്, ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺഫീൽഡ് ആൻഡ് ദ ഹോൾ വാലി. ആ വാലി ഫുള്ളുമായിട്ട് എന്തായി? ഈ ഹെയിൽ സ്റ്റോൺ കൊണ്ട് നിറഞ്ഞു. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ. 1 മണിക്കൂറോളാണ് ഈ ആലിപ്പഴം വീണത്. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്, the garden, the hillside, the cornfield and the whole valley. The field was white as if covered with salt. എന്തായി? അയാളുടെ വയലുകളൊക്കെ ഒരു വെള്ള കൂനയിൽ മാറി. എങ്ങനെ? ഉപ്പ് ഉണ്ടല്ലോ, ഉപ്പ് ഇട്ടാൽ എന്തുപോലിരിക്കും? അതുപോലെയുള്ളതാ ഒരു കൂനയായി മാറി. അയാളുടെ കോണുകളൊന്നും കാണാതെയായി. The field was white as if covered with salt. Not a leaf remained on the trees. ഒരു ഇല പോലും ഒരു മരത്തിലും അവശേഷിച്ചിട്ടില്ല. കാരണം ഈ ഹെയിൽ സ്റ്റോൺ വീണ് എല്ലാ ഇലകളും പോയി. എല്ലാ മരങ്ങളും എന്തായി? ഒരു ഇല പോലും ഇല്ലാതെ മൊട്ടയായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ എത്തി. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. അയാളുടെ കോൺ ഫുള്ളും നശിച്ചു പോയി. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്. ഫ്ലവേഴ്സ്, എല്ലാ മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെ പൂക്കളും ഇലകളും എല്ലാം കാണാനില്ലാതെയായി. ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ്. ലെഞ്ചോയുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. അന്ന് രാത്രി മുഴുവൻ എന്തായിരുന്നു? വേദനാജനകമായ ഒരു രാത്രിയായിരുന്നു ലെഞ്ചോയ്ക്ക്, ആ ഫാർമറിന്. എന്തുകൊണ്ടാ? അയാളുടെ കൃഷി മുഴുവൻ നശിച്ചു പോയി ആ ഹെയിൽ സ്റ്റോൺ വീണത് അല്ലേ. അയാൾ ആകെ ഒരു ചെറിയൊരു മഴയ്ക്കാണ് കൊതിച്ചത്. പക്ഷേ വന്നത് എന്താണ്? വലിയൊരു ഹെയിൽ എന്താണ് ഇതാണ് വന്നത്. ഹെയിൽ സ്റ്റോൺ വീഴുകയാണ് ചെയ്തത്. ആലിപ്പഴം വീണ അയാളുടെ കൃഷി മുഴുവൻ നശിക്കുകയാണ് ചെയ്തത്. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. അയാളുടെ കോൺ ഫുള്ളും നശിച്ചു. ദ ഫ്ലവേഴ്സ് ആർ ഡിസപ്പിയേർഡ്. ഫ്ലവേഴ്സ് ഫുള്ളും ഒന്നും കാണാനില്ലാതെയായി. അതേപോലെ ഇലകളും കാണാനില്ലാതെയായി. ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ്. ലെഞ്ചോയുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു. ദ നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. അന്ന് രാത്രി ഫുള്ളും അയാൾക്ക് സങ്കടം കൊണ്ട് അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. രാത്രി വേദനാജനകമായിരുന്നു എന്ന്. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം നമുക്ക് ഒരു കോണും കിട്ടില്ല എന്ന് അയാൾ പറയാണ്. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഒരു കോണും കിട്ടില്ല. ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് അസ്. നമ്മളെ സഹായിക്കാനും ആരുമില്ല. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് അസ്. നമ്മളെ സഹായിക്കാനും ആരുമില്ല എന്ന് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഈ വർഷം നമ്മൾ എന്തായാലും പട്ടിണി കിടക്കേണ്ടി വരും. എന്തായാലും പട്ടിണി കിടക്കേണ്ടി വരും എന്നാണ് ചിന്തിക്കുകയാണ്. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. But in the hearts of all who lived in that solitary house there was a single hope. But in the hearts of all, ആ വീട്ടിലുള്ള എല്ലാവരുടെ അവരുടെ മനസ്സിൽ who lived in that solitary house there was a single hope. അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെ മനസ്സിലും. എന്താണത്? ഹെൽപ്പ് ഫ്രം ഗോഡ്. ദൈവം അവരെ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. All through the night Lenjo thought only of his one hope, God. രാത്രി മുഴുവൻ ലെഞ്ചോ ഇരുന്ന് ചിന്തിച്ചത് ഈ ഒരു ഏക ആശയത്തെക്കുറിച്ചായിരുന്നു. കാരണം ദൈവം എന്ന ആ ഒരൊറ്റ ആശ്രയം അവർക്ക് ഉണ്ടായിരുന്നല്ലോ. ആ ആശ്രയം മാത്രമാണ് ലെഞ്ചോയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് മാത്രമാണ് ലെഞ്ചോ ചിന്തിച്ചത്. ബട്ട് ഇൻ ദ ഹേർട്സ് ഓൾ ഹൂ ലിവ്ഡ് ഇൻ ദ സോളിറ്ററി ഹൗസ്. സോളിറ്ററി പറഞ്ഞാൽ ലോൺലി. കാരണം അവിടെ വേറെ കുന്നിഞ്ചേരി വേറെ വീടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ. Solitary house, there was a single hope, help from God. All through the night, Lenjo thought only of his one hope, God. രാത്രി മുഴുവൻ അയാളുടെ ആശ്രയമായ ദൈവത്തെക്കുറിച്ച് മാത്രമാണ് ആര് ചിന്തിച്ചത്? ഈ ലെഞ്ചോ ചിന്തിച്ചത്. Okay children, read your textbook well.
Children listen, now go at the post office. Lenjo was an ox of a man working like an animal in the field. Still he knew how to write the following Sunday. At daybreak he began to write a letter. Lenjo ഒരു കാളയെ പോലെ പണിയെടുക്കുന്നതാണ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ലെഞ്ചോ എങ്കിലും അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. നോക്കൂ, ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. നെക്സ്റ്റ് സൺഡേ അയാൾ എന്ത് ചെയ്തു, രാവിലെ തന്നെ ഒരു ലെറ്റർ എഴുതാൻ ആരംഭിക്കുകയാണ്. ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അതൊന്നുമല്ല, അത് എന്തായിരുന്നു, ദൈവത്തിനുള്ള ഒരു കത്ത്. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. നോക്കൂ, അപ്പോൾ ലെറ്ററുകൾ എഴുതാണ്. ഡിയർ ഗോഡ്, പ്രിയപ്പെട്ട ദൈവമേ എന്ന് നമ്മൾ അല്ലേ, ഡിയർ ഫാദർ, ഡിയർ ഫ്രണ്ട് എന്നൊക്കെ വെച്ച് എഴുതില്ലേ, അതുപോലെ കത്ത് എഴുതുക എങ്ങനെയാണെന്നുള്ളത് ഇതിലുണ്ട്. ഡിയർ ഗോഡ്, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, വേറെ വർത്താനൊന്നുമില്ല, അപ്പം നീ സഹായിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലിയും ഇപ്രാവശ്യം എന്തായി, പട്ടിണിയായി പോവും. ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഐ നീഡ് എ 100 peso. എനിക്കൊരു 100 peso വേണം. പെസോ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുള്ളത്? പെസോ എന്ന് പറഞ്ഞാൽ മണി യൂസ്ഡ് ഇൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിലും ഫിലിപ്പൈനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നമ്മുടെ റുപ്പിയെ പോലെ ഒരു അവരുടെ പൈസയാണ് പെസോ. നമ്മളുടെ റുപ്പീസ് അല്ലേ, അപ്പോൾ ഇത് പിന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിലും ഫിലിപ്പൈനിലൊക്കെ യൂസ് ചെയ്യുന്ന നാണയമാണ് പെസോ. I need a 100 peso in order to sow my field again and to live until the crop comes. എന്താ പറഞ്ഞത്? I need a 100 peso. എനിക്കൊരു 100 peso ആവശ്യമാണ്. in order to sow my എൻ്റെ പാടത്ത് വീണ്ടും വിത്ത് വിതയ്ക്കാനും അതുണ്ടാക്കാനും എനിക്ക് 100 peso വേണം. പിന്നെ ആ വിളവ് ആവുന്നത് വരെ എനിക്ക് ജീവിക്കും വേണ്ടേ, അതിനുള്ള പൈസ എനിക്കും കൂടിയാണ്, അതിന് പൈസ വേണമല്ലോ, അതാണ് ഞാൻ 100 peso ആവശ്യപ്പെടുന്നത് എന്ന് ഗോഡിനോട് പറയാണ്. If you don't help me, my family and I will go hungry this year. നീ സഹായിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലിയും ഇപ്രാവശ്യം പട്ടിണി കിടക്കേണ്ടി വരും. I need a 100 peso. എനിക്കൊരു 100 peso ആവശ്യമുണ്ട്. In order to sow my field, എൻ്റെ ഫീൽഡിൽ വിതയ്ക്കുന്നതിനും പിന്നെ അത് പാകമാവുന്നത്. ആൻഡ് ലീവ് അണ്ടിൽ ദ ക്രോപ്പ് കംസ്, കാരണം അത് ആ വിളവ് ആകുന്നതുവരെ ജീവിക്കേണ്ടത്, അതിനു കൂടിയുള്ള പൈസയാണ്. ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം യു സെൻഡ് എവറിഥിങ് ഈസ് ലോസ്. നീ അയച്ച ആ ഹെയിൽ സ്റ്റോം എൻ്റെ എല്ലാതും നശിപ്പിച്ചു കളഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ 100 peso ചോദിക്കുന്നത് എന്ന് ലെഞ്ചോ ഈ കത്തിൽ എഴുതുകയാണ്. കാരണം എന്തുകൊണ്ടാണ്, ദൈവം അയച്ച ഹെയിൽ സ്റ്റോമാണ് എന്ത് ചെയ്തത്, എൻ്റെ വിളകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത്. അപ്പോൾ എന്നിട്ട് പറയണ ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ലെഞ്ചോ എഴുതിയ കത്തല്ലേ, അയാൾ അത് എഴുതി. എന്നിട്ട് എന്ത്, ഹി റോട്ട് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ് ആൻഡ് വെൻ ടു ദ ടൗൺ. അയാൾ കത്ത് എഴുതി, ഇത് കവറിലാണ്. കത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, കത്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന്? ഇല്ല, ലെറ്റർ ഉണ്ട്, എൻവലപ്പ് ഉണ്ട്, പോസ്റ്റ് കാർഡ്, ഇതൊക്കെ കത്ത് എഴുതാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇയാൾ എൻവലപ്പ് കവറിലാണ്, ഒരു പിന്നെ പേപ്പറിൽ എഴുതിയിട്ട് അത് കവറിലിട്ടിട്ട് അതിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് അയക്കാൻ പോകുന്നത്. ഹി റോട്ട് to God on the envelope and went to the town. ആ എഴുതിയ കത്ത് പേപ്പറിൽ എഴുതിയതാണ്, അതൊരു കവറിലിട്ടിട്ട് ടൗണിലേക്ക് പോവാണ്. At the post office he pasted a stamp on the letter and dropped it into the mailbox. എന്ത് ചെയ്തു? he pasted a stamp, അയാൾ എന്ത് ചെയ്തു, സ്റ്റാമ്പ് ഒട്ടിച്ചു. on the letter and dropped it into the mailbox. എന്നിട്ട് എന്ത് ചെയ്തു, കത്ത് ആ മെയിൽ ബോക്സിൽ ഇട്ടു. മെയിൽ ബോക്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ? പോസ്റ്റ് ഓഫീസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോസ്റ്റ് ഓഫീസ് പോയി നോക്കിയാൽ അറിയാം മെയിൽ ബോക്സ് എന്താ, ലെറ്റർ എന്താ. നിങ്ങളുടെ അടുത്തൊന്നും പോസ്റ്റ് ഓഫീസ് ഉണ്ടോ അറിയില്ല അല്ലേ? ഓക്കെ, ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ മെയിൽ ബോക്സ്. പോസ്റ്റ്മാൻ വെന്റ് ടു ഹിസ് ബോസ് ലോഫിംഗ് ഹേർട്ടർലി. ഈ പിന്നെ ലെഞ്ചോ വന്ന് കത്ത് പോസ്റ്റ് ചെയ്തല്ലോ, ആരെ പേരില്ല, ടു ഗോഡ് എന്ന് വെച്ചിട്ടാണ് അഡ്രസ്സ് കൊടുത്തേക്കുന്നത്. ദ പോസ്റ്റ്മാൻ വെന്റ് ടു ദ ബോസ്. പോസ്റ്റ്മാൻ എന്ത് ചെയ്തു, അയാളുടെ ബോസായ പോസ്റ്റ് മാസ്റ്റർ ഉണ്ടാവും, അതിലടുത്തേക്ക് ചിരിച്ചൊക്കെ വയ്യാതെ ചെല്ലണത്. ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. എന്നിട്ട് ഈ കത്ത് കാണിച്ചു, ലെറ്റർ ദൈവത്തിനുള്ള കത്ത് പോസ്റ്റ് മാസ്റ്റർക്ക് കാണിച്ചു കൊടുത്തു. ദ പോസ്റ്റ് മാസ്റ്റർ ആൾസോ ബ്രോക്ക് ഇൻ ടു എ ലോ. പോസ്റ്റ് മാസ്റ്റർ എന്തായി, ചിരിക്കാൻ തുടങ്ങി. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ്. അയാൾ ചിരിച്ചു എങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ വളരെ ഇതിനെ കാര്യഗൗരവത്തിലെടുത്തു. കാരണം എനിക്ക് ചിരി വന്നില്ല, ചിരി നിന്നു. അയാൾ എന്താ പറഞ്ഞത്, ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ്. പെട്ടെന്ന് തന്നെ അയാളെ മുഖത്തിൽ ചിരി മാഞ്ഞു പോയി. വാട്ട് ഫെയ്ത്ത്, ഓ എന്തൊരു വിശ്വാസം. ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹൂ റോട്ട് ദിസ് ലെറ്റർ. ആ മനുഷ്യൻ്റെ അത്ര വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ പോസ്റ്റ് മാസ്റ്റർ ചിന്തിക്കുകയാണ്. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. ദൈവമായുള്ളൊരു കത്തിടപാട് നടത്തിയാലോ. കാരണം അയാൾ ദൈവത്തിനെ കത്തയച്ച ദൈവത്തിന് മറുപടി
വരുമോ, റിപ്ലൈ വരുമോ? വരില്ല. അപ്പോൾ ഈ പോസ്റ്റ് മാസ്റ്റർ ചിന്തിക്കാൻ നമുക്ക് ഒരു കത്തിടപാട് നടത്തിയാലോ, അയാൾ ദൈവമായിട്ട് മാറാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്, ദൈവമായിട്ടൊരു കത്തിടപാട് തുടർന്നാലോ എന്നാൾ ചിന്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദി പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. പോസ്റ്റ് മാസ്റ്റർ ഒരാശയം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താ പറഞ്ഞാൽ? സെൻഡ് എ റിപ്ലൈ ടു ലെൻജോ ഫ്രം ഗോഡ്. ലെൻജോയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു റിപ്ലൈ, മറുപടി അയക്കാൻ ആര് തീരുമാനിച്ചു? പോസ്റ്റ് മാസ്റ്റർ തീരുമാനിച്ചു. ബട്ട് ഹീ നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ഇങ്ക് ആൻഡ് പേപ്പർ. കാരണം ഈ കത്ത് വെറുതെ അയച്ചാൽ പോരാ, വെറും പേപ്പറോ പെന്നോ അല്ലാതെ പിന്നെ കുറേ ആശംസകളോ ഒന്നും പോരാ. എന്താണ് അയാൾക്ക് വേണ്ടത്? പൈസ അല്ലേ? പെസോ, മണിയാണ് വേണ്ടത്. The postmaster came up with an idea, sent a reply to Lenjo from God, but he needed something more than goodwill. Goodwilലിനെക്കാട്ടിലും വേണ്ട എന്താണ്? മണി. Ink and paper ഇതൊന്നല്ല. To answer the letter, he took a collection from the employees of the post office. He himself gave a part of his salary. എന്താണ് ചെയ്തത്? അയാൾ ആ പോസ്റ്റ് ഓഫീസിലുള്ള ജോലിക്കാരെ അടുത്തുനിന്നൊക്കെ ഒരു തുക അയാൾ കളക്ട് ചെയ്തു. പോരാത്തതിന് അയാളുടെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. എന്നിട്ട് ഈ ലെൻജോയ്ക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയി ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. അയാളുടെ സാലറിയുടെ ഒരു ഭാഗവും കൊടുത്തു. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ 100 peso. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ 100 peso. ഇതൊക്കെയാണെങ്കിലും അത് 100 peso തികഞ്ഞില്ല. 100 peso തികഞ്ഞില്ല. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ for him to put together 100 peso. He was able to send the farmer only 70 peso. ആ ഫാർമർക്ക് അയക്കാൻ ഓൺലി 70 peso അയക്കാനേ അയക്ക് കഴിഞ്ഞുള്ളൂ. അത് 100 ആക്കാൻ കഴിഞ്ഞില്ല. He put the money in an envelope addressed to Lenjo. അത് ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു കവറിലാക്കി എന്നിട്ട് ലെൻജോൻ്റെ അഡ്രസ്സ് എഴുതി. He sent a letter along with it. It contained only a signature. അതിൻ്റെ കൂടെ ഒരു എഴുത്തും വെച്ചു. അതിൽ വെറും ദൈവത്തിൻ്റെ സിഗ്നേച്ചർ മാത്രം. ആകെ അയച്ച 70 peso ആണ്. ദൈവത്തിൻ്റെ സിഗ്നേച്ചർ മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ചിൽഡ്രൻ.